സമയത്താണ് നമ്മുടെ സിജോയുടെ ഒരു ഭീഷണി എനിക്കെതിരെയും വിവിക്കെതിരെയൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അവനെ കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭീഷണിപ്പെടുത്താതിരിക്കുവോ? പ്രത്യേകിച്ച് അവൻ അടുപ്പിലെ തീ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയെന്ന്. കാട്ടുതീയാണെന്ന് ബിഗ് ബോസിൽ സ്വയമേ പ്രഖ്യാപിച്ചു വന്ന സിജോ ആയിരുന്നു. ആ സിജോയെ ഞാൻ അടുപ്പിലെ തീ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സിജോയ്ക്ക് ഒരുപാട് വേദനിച്ചു. എന്തായാലും ഇനി ഞാൻ അടുപ്പിലെ തീ എന്ന് ഒരിക്കലും സിജോ വിളിക്കത്തില്ല. അടുപ്പിലെ തീ എന്ന് ഞാൻ വിളിച്ചതാണ് സിജോയ്ക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അടുപ്പിലെ തീ എന്ന് ഞാൻ വിളിക്കാൻ പോകുന്നില്ല. അടുപ്പിലെ തീ ഇത്രയ്ക്കും വലിയ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി അടുപ്പിലെ തീ എന്ന് ഞാൻ സിജോ വിളിക്കത്തില്ല. എന്നെയും വിവിയെയും അനന്തുവിനെ അടക്കം എന്തിന് പോയി മാപ്പ് പറഞ്ഞ അനന്തുവിനെ അടക്കം മോശമായിട്ട് ഒരു അധ്യാപകനല്ലേ സിജോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? പിന്നെ അധ്യാപകർക്ക് വികാരമൊന്നും. എന്നൊരു കാര്യം ചെയ്യും, അധ്യാപകൻ നാളെ തൊട്ട് എല്ലാ അധ്യാപകരും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് വികാരം കൊണ്ടിരിക്കുക. ഒന്നത് സിജോ അനന്തിന്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല, അനന്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ വന്നിരുന്ന അനന്തുവിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അനന്തുവിന്റെ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അനന്തുവിന് ഭയങ്കര ഇഷ്ടപ്പെടും. നീ കണ്ടോടാ ഞാൻ അവനെ തെറി വിളിക്കുന്നത്, സിജോയെ തെറി വിളിക്കുന്നത്. ഇനി അഥവാ ഞാൻ തെറി വിളിച്ചിട്ടുള്ള തെറി വിളിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല പറയാൻ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏറ്റവും കൊല്ലം നോക്കേണ്ടത് ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു ലൈക്കോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് തന്ന് ഈ വീഡിയോ റീച്ച് ആകാൻ അത് വളരെ ഹെൽപ്ഫുള്ളാവും. ഞാനിത് കഴിഞ്ഞ തവണ പറഞ്ഞ് നിങ്ങളെല്ലാം ഇട്ട് തന്ന കമൻറ്റുകൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അപ്പോൾ കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. സിജോ അനന്ത് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമ്മൾ ഇന്നും എടുത്തിട്ട് പറയാൻ പോകുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. സിജോയും അനന്തവും തമ്മിലൊരു ചെറിയ വഴക്കുണ്ടായി. ആ വഴക്കിനകത്ത് സിജോ ചില അശ്ലീലമായ പരാമർശങ്ങൾ നടത്തി. അത് കൈവിട്ടു പോയി ഏറെ കയറി ബഹിരാകാശത്ത് കയറി അങ്ങ് പോയെന്ന് മനസ്സിലാക്കിയ സിജോ അനന്തുവിൻ്റെ അടുത്ത് പോയി സാഷ്ടാംഗം കാലി വീണ് പ്രണാമിച്ച് മാപ്പ് പറഞ്ഞ് എല്ലാം പറഞ്ഞ് സെറ്റിൽമെൻ്റ് ആക്കിയിട്ട് കാറി വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് പുഷ്പയാണെന്നുള്ളത് മനസ്സിലായത്. താഴത്തില്ലടാ, പുള്ളി നേരെ കാറി കയറി ഇരുന്നിട്ട് വീണ്ടും അനന്തുവിനെ കുറ്റം എന്ന് പറഞ്ഞു. ഈ സാധനം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, ഇത് ഒരുമാതിരി റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും എടുത്തിട്ട് ചെയ്ത്, അതിൽ ചെയ്ത് വിവി ഹിയർ ചെയ്ത് ഇവരെല്ലാം ചെയ്തു. അപ്പോൾ സിജോ എന്ത് ചെയ്തു? യവനൊക്കെ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു, കള്ളം മാറ്റവുമാരെന്നും പറഞ്ഞ് മീശയും പിരിച്ച് അതുലിനെ എല്ലാം വിളിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കി. ഈ ഭീഷണിപ്പെടുത്താൻ നോക്കിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അതുല് പറയുന്നത് കേട്ടു നോക്കാം. അനന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയമൊക്കെ ചെയ്ത് തീർന്ന് ആ വിഷയം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ സിജോയുടെ ഒരു ഭീഷണി എനിക്കെതിരെയും വിവിക്കെതിരെയൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ ഈ ഭീഷണി കേട്ടപ്പോൾ തന്നെ ഇവന്തിനാണ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവനെക്കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭീഷണിപ്പെടുത്താതിരിക്കുമോ? അവനെക്കുറിച്ച് എന്തൊക്കെയാണ് വീഡിയോയിൽ ചെയ്തേ? അത്ര അപമാനം പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോലും നേരിട്ടിട്ടുണ്ടാകത്തില്ല. അത്രയ്ക്ക് അപവാദമാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് വരാത്തം പറഞ്ഞാലേ വീണ്ടും ഏറി കയറത്തുള്ളൂ. പുള്ളി ഏറി ഇറങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ചിറക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറന്ന് മാലാഖയുടെ അടുത്ത് അങ്ങ് പൊക്കോളൂ. അമ്മാതിരി ഏറിപ്പോക്കാണ് പുള്ളി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ആദ്യം സിജോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹായ് മോനെ, ഇവന്റെ ഒരു മോനെ വിളിക്ക്, ഇവൻ ഊക്കുമാഞ്ചോ പോയതിന്റെ കാര്യങ്ങളൊക്കെ മറന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അടുത്ത് മോളെ വിളി തുടങ്ങിയപ്പോൾ അതിനും നാട്ടുകാരെ ഊക്കും കേട്ട് വീണ്ടും ഇവ ഏറി കയറിപ്പോയി. എന്നിട്ടൊന്നും പഠിച്ചില്ല. പുള്ളി ഇപ്പം ആരും ഒന്നും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മോനെന്ന് വിളിച്ചാൽ പ്രശ്നം, മോളെന്ന് വിളിച്ചാൽ പ്രശ്നം. പുള്ളി പേര് വിളിച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം തീരും. പുള്ളി മോനെ, എളുമ്പ് കാണിക്കുന്ന മോനെ, ലാലട്ടം കളിക്കുന്ന മോനെ, അത് മനസ്സിലാക്കും മോനെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. മെസ്സേജ് അയച്ച് തിരിച്ച് റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ എന്നെ ഫോണിൽ വിളിച്ചു, കോൾ ചെയ്തു. എനിക്ക് അറിഞ്ഞാത്ത നമ്പർ ആയതുകൊണ്ട് സാധാരണ ഞാൻ അപ്പോഴെടുക്കാറില്ല, കുറെ കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാറാണ്. പിന്നെ ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ എടുത്ത് സംസാരിച്ച സമയത്ത് മോനൊരു 11 മിനിറ്റും 9 സെക്കൻഡും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോൻ സംസാരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് അവൻ അടുപ്പിലെ തീ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയെന്ന്. കാട്ടുതീയാണെന്ന് ബിഗ് ബോസിൽ സ്വയമേ പ്രഖ്യാപിച്ചു വന്ന സിജോ ആയിരുന്നു. ആ സിജോയെ ഞാൻ അടുപ്പിലെ തീ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സിജോയ്ക്ക് ഒരുപാട് വേദനിച്ചു. എന്തായാലും ഇനി ഞാൻ അടുപ്പിലെ തീ എന്ന് ഒരിക്കലും സിജോ വിളിക്കത്തില്ല. അടുപ്പിലെ തീ എന്ന് ഞാൻ വിളിച്ചതാണ് സിജോയ്ക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അടുപ്പിലെ തീ എന്ന് ഞാൻ വിളിക്കാൻ പോകുന്നില്ല. അടുപ്പിലെ തീ ഇത്രയ്ക്കും വലിയ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി അടുപ്പിലെ തീ എന്ന് ഞാൻ സിജോ വിളിക്കത്തില്ല. സിജോ, അടുപ്പിലെ തീ എന്ന് ഞാൻ വിളിച്ചതിൽ നിനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിളിക്കത്തില്ല എന്ന് വാക്ക് തരികയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും അടുപ്പിലെ തീ വിളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും സിജോയുടെ ആഗ്രഹമല്ലേ ഞാൻ അടുപ്പിലെ തീ എന്ന് വിളിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി അടുപ്പിലെ തീ എന്ന് വിളിക്കാൻ പോകുന്നില്ല. എന്തായാലും സിജോ ഇത്രയൊക്കെ ആഗ്രഹം എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇനി അടുപ്പിലെ തീ എന്ന് വിളിക്കില്ല. അപ്പൊ അടുപ്പിലെ തീ എന്ന് ഇനി വിളിക്കത്തില്ല. എന്തായാലും അടുത്ത വിഷയത്തിലോട്ട് വരാം. അങ്ങനെ സിജോ വിളിച്ച് 10-11 മിനിറ്റോളം എന്നോട് സംസാരിച്ച സമയത്ത് ഇതിലും ബെറ്റർ അടുപ്പിലെത്തി എന്ന് വിളിക്കുന്നതായിരുന്നു. അടുപ്പിലെത്തി 11 തവണ അദ്ദേഹത്തിന് അടുപ്പിലെത്തി എന്ന് വിളിച്ചു. ഒരാൾക്ക് ഒരു കാര്യം പറയുന്നത് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതുമ്പോഴത്തേനും അത് വിളിക്കില്ലെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മര്യാദയാണ്. ആ മര്യാദ കൃത്യമായി പാലിച്ചതിന് അതുൽ ബ്ലോഗ്സിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഒരു ഭീഷണി സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഭീഷണി സാധനം ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ കോളിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്കൊരു പേഴ്സണൽ ഭീഷണി സാധനമാണ് എനിക്ക് ഈ സംസാരം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സിജു മോൻ പറഞ്ഞത്, അത് നീ ഇത്രയൊക്കെ എന്നെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയെങ്കിലും ഒക്കെ പറയണ്ടേ എന്നുള്ളൊരു സാധനം ചോദിച്ചു. ഓക്കെ, പറഞ്ഞോട്ടെ. ഞാനത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിട്ടുള്ളത്. അവൻ എന്നെ വിളിച്ചു, സംസാരിച്ച സമയത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവന്റെ അച്ഛനെ എന്തൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും അവന്റെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല, ഒരു തരത്തിലും അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. നമുക്ക് സിജോമോൻ്റെ ഒരു നിലവാരം മനസ്സിലായല്ലോ. സിജോമോൻ ഏത് ലെവലിലാണ് ചിന്തിക്കുന്നത്, സിജോമോൻ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ പുള്ളി എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഈ സിജോമോൻ ആ പ്രശ്നം അവിടെ തീർക്കണമായിരുന്നു. അതായത് അനന്തുവിൻ്റെ വീട്ടിൽ പോയി കണ്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആയി അവിടെ തീർക്കണമായിരുന്നു. പിന്നെ കാറി കയറിയിരുന്ന് വീണ്ടും അനന്തുവിനെ കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞ് തനിക്കെതിരെ നെഗറ്റീവ് പറയുന്നവരെ എല്ലാം വിളിച്ച് അനുനയിപ്പിക്കപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ സിജോ ഏറ്റവും കുറഞ്ഞത് ഒരു 15,000 ആളുകളെ വിളിക്കേണ്ടി വരും. അത്രയും പേരെങ്കിലും ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ. പക്ഷേ എന്നെ ഒന്നും വിളിച്ചില്ല കേട്ടോ. എന്നെ എന്താണ് വിളിക്കാത്തത്? നമ്മൾ ചോട്ടാ ഓ ബടാ അതുകൊണ്ടായിരിക്കും. ബാക്കി കേൾക്കാം. വ്യക്തി മറ്റൊരാളെ വിളിച്ചിട്ട് എന്നെയും വിവിയെയും അനന്തുവിനടക്കം എന്തിന് പോയി മാപ്പ് പറഞ്ഞ അനന്തുവിനടക്കം മോശമായിട്ട് ഇവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സംസാരിച്ച കാര്യങ്ങൾ അത്ര ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ പുള്ളി ഇതുവരെ ബിഗ് ബോസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല. പുള്ളി ഇപ്പോഴും ബിഗ് ബോസിലെ മറ്റേ പുറകിൽ കൂടുള്ള കളിയിലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നം അത്. പുള്ളിക്ക് ഇപ്പോഴും നേർക്ക് നേർ മുട്ടാനുള്ളൊരു ഒരു സംഭവം വന്നിട്ടില്ല. പുള്ളി ചെയ്യട്ടെന്ന്, പുള്ളിയുടെ സ്കില്ലനുസരിച്ച് പുള്ളി ചെയ്യട്ടെ. പുള്ളി അനന്തുവിൻ്റെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞത് ഈ സാധനം ഇറങ്ങാനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഇറങ്ങിയപ്പോൾ പുള്ളി ചവിട്ടിയ സ്റ്റെപ്പ് മാറിപ്പോയി. ലിഫ്റ്റിലാണ് ചവിട്ടിയത്. പുള്ളി പിന്നെ അങ്ങ് മേപ്പോട്ട് കയറിപ്പോയതാണ് സംഭവിച്ചത്. അത് മാത്രമല്ല അനന്തുവിന് അതിനകത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവരുടെ രണ്ടിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. വേറൊരു ചേട്ടനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്റെയും വിവിയുടെയും വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവന് ആരാണ് ഈ അധികാരം കൊടുത്തിട്ടുള്ളത് വീട്ടിൽ വരാൻ? എന്തെങ്കിലും പറഞ്ഞ രണ്ടാമത് മൂന്നാമത് വീട്ടിലേക്കാണ് വരുന്നത്. ഇവനൊക്കെ ഒരു വിമർശനം താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് വേറെ വല്ല പണിക്കും പോലെ ഇതിന്റെ അകത്ത് കിടന്ന് മെഴുകാൻ നിൽക്കുക. എനിക്ക് അതാണ് നിന്റെ അടുത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ആരെങ്കിലും ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള കഴിവില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ചേട്ടൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ചേട്ടൻ രാവിലെ വിമർശിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേനും അതെല്ലാം പറഞ്ഞ് സെറ്റിൽമെൻ്റ് ആക്കും. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഫുൾ കോംപ്ലിമെൻറ്റ്സ് ആക്കും. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേനും വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ചേട്ടനൊരു ഒരു മറ്റേ ബിഗ് ബോസ് ഗെയിം കളിക്കണം. ഇങ്ങനെ എപ്പോഴും ഹൈപ്പിൽ നിൽക്കണം. പക്ഷേ ബാക്കി പറ. പിന്നെ മാന്യത അത്രയും ഞാൻ കാണിച്ചോളൂ. എന്നെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിരുന്നത് എന്റെ മോനെ ഞാനും തിരിച്ച് ചീത്ത പറയും. നീ കുറച്ച് തർക്കുത്തരം പറഞ്ഞ് ഞാനും കുറച്ച് തർക്കുത്തരം പറഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കുത്തരം പറഞ്ഞ് കളിച്ചു. അവസാനം എന്റെ തർക്കുത്തരം പിടിക്കാതെ വന്നപ്പോൾ നീ തന്നെ ഫോൺ വെച്ചിട്ട് പോയി. നീ തിരക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരക്കിലാണെന്ന് പറഞ്ഞ് നീ എന്നെ വെച്ചിട്ട് പോയി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. നീ അല്ലേ വിളിച്ചത്. അതെന്നെ പരിപാടിയാ. അതുലിനെ വിളിച്ചു. ഹലോ അതുലല്ലേ? അതെ അതുലാണ്. അതുലേ, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ ബിസിയാണ്, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ശരി. അങ്ങനെയാണ് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അതിനെ വിളിക്കുന്നത്? സംസാരിച്ച് നിൽക്കാൻ കെൽപ്പില്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കാൻ പോകരുതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇത് വിവിയെ ഭീഷണിപ്പെടുത്തി മറ്റാരങ്ങണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ വീഡിയോ വരുമായിരിക്കും. ഇത് മാത്രമല്ല, സിജോയെ വെളുപ്പിക്കാനായിട്ട് വെള്ള പൂശാനായിട്ട് ഒരു അണ്ണൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ അണ്ണൻ്റെ വീഡിയോ നമുക്ക് കാണാം. വിനൂസ് വൈൻസ് എന്ന് പറയുന്ന ചാനലാണ്. മറ്റേ വൈനല്ല കേട്ടോ, മറ്റേ വൈബടിക്കുന്ന വൈനാന്ന് തോന്നുന്നു. ചേട്ടൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു. അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു, മോളെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു അധ്യാപകനല്ലേ സിജു ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? പിന്നെ അധ്യാപകർക്ക് വികാരമൊന്നുമില്ലേ? അധ്യാപകരെ തെറി വിളിക്കാൻ പാടില്ലേ? അധ്യാപകരെ ചീത്ത വിളിക്കാനൊരു അവകാശമില്ലേ? അധ്യാപകരെ എന്തൊക്കെ നിലയ്ക്ക് വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നും എന്താ പറയുക, എന്താ മൊണ്ണേഷെന്നോ മാമ്പഴമെന്നോ എന്തൊക്കെയോ മാങ്ങാണ്ടി പോരെന്നോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കണോ? ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാനിതൊന്നും പറയാൻ പാടില്ല. എൻ്റെ അധ്യാപന വൃത്തി, എൻ്റെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു നന്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ അധ്യാപകനല്ലേ, അല്ലാതെ ഗാന്ധിജിയൊന്നും അല്ലല്ലോ. അടിച്ചിട്ട് തിരിച്ചതല്ലാം അടുത്ത മുഖം കാണിച്ചു കൊടുക്കാൻ തല്ലിക്കുമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അപവാദം പറയല്ലേ. മൊണ്ണേഷ് കിണ്ണേഷ് എന്നൊന്നും അനന്ത് വിളിച്ചതൊന്നുമില്ല. അനന്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ണാപ്പി, വെടല, അപരാധം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അല്ലാതെ ഇതൊന്നും അനന്ത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, എന്നൊരു കാര്യം ചെയ്യും, അധ്യാപകൻ നാളെ തൊട്ട് എല്ലാ അധ്യാപകരും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് വികാരം കൊണ്ടിരിക്കുക. അധ്യാപകരെന്ന് പറയുമ്പോഴത്തേനും അവർ സമൂഹത്തിൽ കുറച്ച് അവരുടേതായ ഡെക്കോറം കീപ്പ് ചെയ്യണം, അവരുടേതായ ഒരു മാന്യത കീപ്പ് ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരിടേണ്ട ഒരു രീതിയുണ്ട്. നിയമപരമായിട്ട് നേരിടാനോ മറ്റൊരാൾക്ക് മാതൃക കാണിക്കലാണ് ഈ അധ്യാപകർ ചെയ്യേണ്ടത്. അല്ലാതെ ഞാനൊരു അധ്യാപകനാണ്, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എനിക്കങ്ങ് വികാരം വരും കേട്ടോ, ഞാൻ ഉടനെ അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ എന്ന് ചെയ്യേണ്ടതല്ല സാധനം. ബേസിക്കലി ആ ആൾ അധ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉള്ളൊരു ജോലിയാണ്. അവർ കാണിക്കേണ്ട, അവർ ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അവർ നിൽക്കേണ്ട ചില രീതികളുണ്ട്. അല്ലാതെ ഇപ്പോൾ രണ്ടാൾക്കാരുണ്ട്,
ഒരാൾ സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു, ഒരാൾ സമൂഹത്തിൽ അത്ര ഉയർന്ന തലത്തിലല്ല നിൽക്കുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്യുന്ന രീതി രണ്ടാവും. ഞാൻ ആരും മോശമാക്കി കാണിക്കല്ല. അപ്പോൾ ഈ ഒരു ഡീസൻസി, അതായത് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഡീസൻസി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിവിടെ ഉണ്ടാക്കിയില്ല. ഇപ്പോൾ നാളെ തൊട്ട് അധ്യാപകരെല്ലാം എനിക്കങ്ങ് എന്തെങ്കിലും പറഞ്ഞ ഉടനെ എനിക്കങ്ങ് വികാരം വരുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ എൻ്റെ പൊന്നാശാനെ? ഈ അധ്യാപകരല്ലേ ബാക്കിയുള്ളവർക്ക് മാതൃക കാണിക്കണ്ടേ? അവർ കാണിക്കുന്നതല്ലേ. ഇപ്പോൾ ആശാൻ ഒന്നൂതിയാലല്ലേ ശിഷ്യന്മാർ 50 ഊതത്തുള്ളൂ. അപ്പോൾ ആശാൻ്റെ ഊത്ത് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം അറിയണ്ടേ? ആശാൻ്റെ ഊത്ത് നല്ലതാണെങ്കിൽ ശിഷ്യന്മാരുടെ ഊത്തും ശരിയാകത്തുള്ളൂ. ശിഷ്യന്മാർ അതിൻ്റെ അപ്പുറം ഊതും. അപ്പോൾ ആശാൻ ആദ്യം ശരിയാണ്. ആശാൻ ശരിയല്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഷെയ്ക്കാനും കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കണ്ണു നോക്കി സംസാരിക്കുമ്പോഴും ഇവരുടെ ഈ ബോഡി പോസ്റ്ററും കമ്മ്യൂണിക്കേഷൻ രീതികളും കാണുമ്പോൾ നമുക്ക് ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും. ഇതിനകത്ത് അനന്തുവിൻ്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ഗ്യാപ്പുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് സിജു അനന്തുവിൻ്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല, അനന്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ വന്നിരുന്ന അനന്തുവിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അനന്തുവിൻ്റെ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അനന്തുവിന് ഭയങ്കര ഇഷ്ടപ്പെടും. അനന്തു മറ്റേ തമിഴ്നാട്ടിലെ ആരതിയൊക്കെ എടുത്ത് ഭസ്മമൊക്കെ തൊട്ട് കൊടുത്ത് മറ്റേ പുണ്യാഹമൊക്കെ തളിച്ച് അകത്ത് കയറ്റിയിരിക്കും. അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ താങ്കളുടെ പിതാശ്രീയെ നമ്മൾ സ്മരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറി വന്ന് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്നോട് ക്ഷമിക്കുമോ? അത് തന്നെയല്ലേ അവിടെ സംഭവിക്കത്തുള്ളൂ. അനന്തുവിന് സ്വാഭാവികമായിട്ടും അങ്ങനൊരു പ്രശ്നം ഉണ്ടാവും. ഇവരുടെ ബോഡി പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും 2 പേർക്കും താല്പര്യമൊന്നുമില്ല. സിജോ ചെയ്തത് എയറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു സാധനം ചെയ്തു, അനന്ത് ചെയ്തത് എൻ്റെ വീട്ടിൽ കയറി വന്നവനോട് ഞാനൊരു മാന്യത കാണിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. അത് പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എൻ്റെ മാത്രം ഒരു ഫീലിംഗ് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ അനന്ത് ചിലപ്പോൾ ഹാപ്പി ആയി കാണും ശിവനെ. അനന്ത് പേടിച്ച് മൂത്രം ഒഴിച്ചെന്നാണ് കേട്ടത്. എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾക്ക് ഒരു പാട്ട കുമ്മായി ഞാൻ തരട്ടെ. നിങ്ങൾ വെള്ള പൂശിക്കൂ. നിങ്ങൾ വെള്ള പൂശുന്ന ആളുടെ ഭാഗത്ത് 1% ശരിയുണ്ടെങ്കിലേ നിങ്ങൾ വെള്ള പൂശിയിട്ട് കാര്യമുള്ളൂ. പുള്ളി അവിടെ പോയി മാപ്പ് പറഞ്ഞ നല്ല കാര്യമാണ്. പക്ഷേ അതിന് ശേഷം കാണിച്ചതൊക്കെ വെറും ഉളത്തരങ്ങളാണ്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും വെറും അനന്തുവിൻ്റെ പക്ഷേ പറഞ്ഞ വെട്ടലത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വെള്ള പൂശിക്കൂ. ഒരു മയത്തിനൊക്കെ പൂശിടേ, അതിനെ തുറന്നല്ല മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേടേ. കണ്ടുകൊണ്ട് ചിലപ്പം അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ വന്നല്ലോ എന്നുള്ള തോന്നിയിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവർ പ്രശ്നം സോൾവ് ചെയ്താണ് എൻ്റെ പ്രശ്നം. രണ്ടും കൂടെ തല്ലിത്തീർക്കണം, അപ്പം പ്രശ്നം അങ്ങ് തീരും. കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് പൊതുവേ സിജു അങ്ങനെ അല്ലായിരുന്നു ചെയ്യുന്നത്. സാധാരണ സിജു നേരെ കയറി എന്നാണ് കുട്ടികളുടെ സ്വഭാവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് തോന്നുന്നത് മേ ബി ഈ ബിഗ് ബോസിൽ വന്നുണ്ടായിരുന്നു. അണ്ണാ അത് തന്നെയല്ലേ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് നേരത്തെ ഞാൻ പല ഇതും കാണിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന് മാറ്റം ഉണ്ടാകണം, നമ്മൾ കാര്യത്തിന് അങ്ങനെ സമീപിക്കണം ഇങ്ങനെ സമീപിക്കണം എന്ന്. പുള്ളിക്കുണ്ടായ വിവരം പോലും എൻ്റെ പൊന്നെണ്ണ നിങ്ങൾക്കുണ്ടായില്ലല്ലോ. പുള്ളിക്കൊരു മാറ്റം വരുന്ന നല്ല കാര്യമില്ലേ? ഇപ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നേ? സിജു ഓടിച്ചെന്ന് അനന്തുൻ്റെ കവാല നോക്കി പൊട്ടിക്കണമായിരുന്നോ? മറ്റേ റോക്കി സിജോ ചെയ്ത പോലെ അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എൻ്റെ അണ്ണ ഒരു മയത്തിനൊക്കെ എന്തൊക്കെ മണ്ടത്തരമാണ് നിങ്ങളിരുന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ പുള്ളിക്കാരൻ നമ്മുടെ മൂപ്പൻസ് വ്ലോഗിനെ കുറിച്ചൊരു പ്രത്യേകമായ പരാമർശം നടത്തി. അത് നമുക്കൊന്ന് കേൾക്കാം. കുറേ ആളുകളല്ലേ നമ്മുടെ ഗോപ്രോ മച്ചാൻ, അതുൽ വ്ലോഗ്സ്, പിന്നെ വിവി, നമ്മുടെ ഹൈ ഫ്രണ്ട്സ് പോലെ നമ്മുടെ അണ്ണനുണ്ടല്ലോ നമ്മുടെ മൂപ്പൻ, ഇവരൊക്കെ തെറി പിടിച്ചില്ലെന്നേ ഉള്ളൂ. അതായത് പിന്നെ ഒരു എൻ്റെ പൊന്നെണ്ണ, നിങ്ങളൊരു വീഡിയോയിൽ വിമർശിക്കാൻ വരുമ്പോഴത്തേനും ആ സാധനം അവിടെ ശരിക്കും നടന്നു നോക്കണം. മൂപ്പൻസ് വ്ലോഗ് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്ന റിയാക്ഷൻ മേഖലയിൽ ഇച്ചിരി ഫെയിമി നിൽക്കുന്നത് ഈ വിഷയത്തിൽ തൊടാത്തത് പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. എന്തിനാ പുള്ളിക്കാരൻ്റെ പേര് അതിനകത്ത് വലിച്ചിട്ടത്? ഈ പുള്ളി ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ ഒരാളെ കുറ്റം പറയുമ്പോഴത്തേനും മിനിമം ടങ് സ്ലിപ്പായി ഒരു പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളിത് ഓർക്കാപ്പുറത്ത് പറഞ്ഞാൽ തോന്നില്ല. മൂപ്പൻസ് വ്ലോഗ് സിജോ ഈ അനന്തു വിഷയത്തെക്കുറിച്ച് ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. വെറുതെ അങ്ങേരെ എന്തിനു ഈ ഇല്ലാത്ത വള്ളിക്കകത്ത് പിടിച്ചിരുന്നേ? ഇവിടെ പറഞ്ഞവന്മാരുണ്ടല്ലോ, അവന്മാരെ പറ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത മര്യാദയ്ക്ക് പോകുന്നവനെ പിടിച്ച് വലിച്ച് ഇതിനകത്തോട്ടിടുന്നത്? എന്തിനാ? ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു. എടാ നീ കണ്ടോടാ ഞാൻ അവനെ തെറി വിളിക്കുന്നത്, സിജോയെ തെറി വിളിക്കുന്നത്. ഇനി അഥവാ ഞാൻ തെറി വിളിച്ചിട്ടുള്ള ആണെങ്കിൽ ഞാൻ തെറി വിളിച്ചെന്ന് പറയാൻ വേണ്ടി എനിക്ക് യാതൊരു മടിയുമില്ല. പറയാൻ വിളിച്ചു എന്ന് തന്നെ പറയും. വിളിക്കേണ്ടി വന്നാൽ വിളിക്കുകയും ചെയ്യും. നീ എന്ത് കൊണ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്? നീ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ എവിടെ ഉണ്ടാക്കി വീഡിയോ എന്റെ ചാനലിനകത്ത് കയറി നോക്ക്. ഞാൻ എന്ത് കുണച്ചു വെച്ചേക്കുന്നത്? നീ എന്ത് കണ്ടിട്ടാണ് നീ എന്നെ കയറി കുണയ്ക്കാൻ നിൽക്കുന്നത്? ഞാൻ എവിടെയെങ്കിലും ഞാൻ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയോ ചെയ്തോ? നീ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? നിനക്ക് മനഃപൂർവ്വമായിട്ട് എവിടെ കൂടെ വല്ല ചുരുക്കുമല്ല എൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് ഞാൻ അല്ലാതെ വീഡിയോ എടുത്ത് വിമർശിക്കുക. ഞാൻ അതിന് മറുപടി തരാം. ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൂ, നിന്നോട് പറയാനുള്ളൂ. മനസ്സിലായോ? നീ ഇത് കണ്ടിട്ട് നാളെ വന്നിട്ട് അയ്യോ മൂപ്പൻ അങ്ങനെ ആയി, മൂപ്പൻ ഇങ്ങനെ, നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് അതിനോട് മറുപടി ഞാൻ തരും, തന്നിരിക്കും. കാരണം ഈ ഒരു വിഷയത്തിന്റെ അകത്ത്, അനന്തുവിന്റെ വിഷയത്തിന്റെ അകത്ത്, അനന്തുവും സിജോയും തമ്മിലുള്ള വിഷയത്തിന്റെ അകത്ത് ഞാൻ സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ അനന്തുവിന്റെ ഭാഗത്ത് നിൽക്കും ചെയ്തിരുന്നു.
പുള്ളി ആ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ പുള്ളി അനന്തുവിൻ്റെ ഭാഗത്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്നണ്ണ, ഈ പുള്ളിക്കാരൻ മൂപ്പൻസ് വ്ലോഗ് വീഡിയോ ചെയ്യാഞ്ഞത് നന്നായി എന്ന് നിങ്ങൾ വിചാരിച്ചോ? കാരണം പുള്ളി ചെയ്യുന്ന ഒരു രീതി അറിയുമല്ലോ. പുള്ളിയുടെ വാക്കുകളെല്ലാം കീറി മുറിച്ച് വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. പുള്ളി പറയാത്തത് നിങ്ങളുടെ സിജോണ്ണന് നല്ല കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പുള്ളിയെ കൊണ്ടത് നിങ്ങൾ ചെയ്യിക്കരുത്. ഒരുത്തൻ നിങ്ങളെ വിമർശിച്ചിട്ടില്ലെങ്കിൽ അല്ല എന്നെ വിമർശിക്കില്ല, അത് ഞാൻ ഇവിടുന്ന് പോകത്തില്ല, അങ്ങനെ പറഞ്ഞ് നിൽക്കരുത്. പുള്ളിക്കാരൻ എടുത്തിട്ട് വിമർശിച്ച് പുള്ളിക്കാരനും കൂടെ എടുത്ത് അലക്കി ഉടുത്ത് കഴിയുമ്പോൾ ശരിയോ? ശരിക്കും എയറിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം, അതോ വീണ്ടും എയറിലേക്ക് കയറുക എന്നുള്ളതാണ് ഉദ്ദേശം? പണ്ട് സീക്രട്ട് ഏജൻറ്റ് പറയായിരുന്നു, ഞാൻ അവിടെ എയറിൽ സ്ഥലം മേടിക്കാൻ പോവുക, അതുപോലെ സീക്രട്ട് ഏജൻറ്റിൻ്റെ അടുത്തോട്ട് പോകാനുള്ള പരിപാടിയാണോ? ഞാൻ പറഞ്ഞ പോലെ മറ്റേ ചിറക് പിടിപ്പിച്ച് തരണോ? അവിടെ പറന്ന് മാനത്തന്നെ അങ്ങ് നിന്നോ? ഞാൻ എന്തുകൊണ്ട് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചാൽ, സിജോ റീസെന്റ് വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇച്ചിരി ഇതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കമന്റ് ബോക്സിന്റെ അകത്ത് മൊത്തം ആ പുള്ളിക്കാരൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. ഞാൻ പറയുന്നത് ഈ മൂപ്പൻസ് വ്ലോഗ് വിമർശിക്കണമായിരുന്നു. വിമർശിച്ചിരുന്നെങ്കിൽ ഇവരുടെ ആ ഒരു ചൊറിച്ചിൽ കുറച്ചൊന്ന് നിന്നേനെ, ആ പ്രശ്നം അവിടെ തീർന്നേനെ. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ ഈ വിനൂസ് വൈൻ പറയുന്നത് ഇവർ ക്യാമറയിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അത് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ഇവർ രണ്ടും യാതൊരു തരത്തിലുള്ള സംതൃപ്തി ഇല്ലാതാണ് സിജോയും ആനന്ദും കൂടെ സംസാരിച്ചത്. കാരണം അനന്തു വീഡിയോ എടുക്കുന്നത് ഞാൻ എൻ്റെ ഫോണിലേക്ക് നോക്കി ഞാൻ വീഡിയോ എടുക്കും, കാരണം എനിക്ക് എൻ്റെ സാധനമാണ് വരുന്നത്. സിജോ നേരെ തിരിച്ച്, ഞാൻ എൻ്റെ ഫോണിലേക്ക് നോക്കി വീഡിയോ എടുക്കും, നമ്മളെ പ്രശ്നമൊക്കെ അവിടെ കിട്ടും, എനിക്ക് എൻ്റെ ഫോണിലുള്ള കണ്ടൻറ്റാണ് മുഖ്യം, എനിക്ക് എൻ്റെ ഫോണിലുള്ള കണ്ടന്റ്. അങ്ങനെയാണ് ഇവർ രണ്ട് സംസാരിച്ചത്. ഒരുത്തൻ ഇങ്ങോട്ട് നോക്കി എൻ്റെ ഫോണിൽ സംസാരിക്കുന്നു, ഒരുത്തൻ ഇങ്ങോട്ട് നോക്കി അവൻ്റെ ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെയാണ് അവർ രണ്ട് വീഡിയോ എടുത്തത്. മേ ബി രണ്ടുപേരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആയിരിക്കും അവർ എടുത്തിരുന്നത്. രണ്ട് വേർഷനും വന്നിട്ടുണ്ട്. ഏതാ? സിജോയുടെ ചാനലിൽ സിജോയുടെ ക്യാമറ നോക്കുന്നു, അനന്ത് വേറെ കണ്ടോട്ട് നോക്കി നിൽക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട്. അനന്തുവിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വിവി ഹിയറിൻ്റെയും അതുലിൻ്റെയൊക്കെ ചാനൽ അനന്തുവിൻ്റെ ക്യാമറയിൽ നോക്കുന്നു, സിജോ വേറെ കണ്ടോട്ട് നോക്കി സംസാരിക്കുന്നത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ആ സംഭവം മനസ്സിലായത്. ഏതിരുന്നാലും സിജോ എത്രയും പെട്ടെന്ന് എയറിൽ നിന്ന് ഇറങ്ങട്ടെ. എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ ഇത്രയും ബുദ്ധിയും ബോധവും പൊക്കണമൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ സംയമനം പാലിക്കുക. നിങ്ങൾ കുറച്ച് ബോധത്തോടെ പെരുമാറി നിങ്ങൾ ഈ പ്രശ്നം തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ വായിൽ സിബിട്ട് കുറച്ച് നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വീണ്ടും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ വെള്ള പൂശാനായിട്ട് ആളെ ഇറക്കുമ്പോഴത്തേനും കുറച്ച് ഒരു ചെറിയ ഒരു 1.5% ബോധം വിവരമുള്ളവന്മാരെ ഇറക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവർ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭീഷണിപ്പെടുത്താൻ എന്നെ വിളിക്കരുത്, എന്നെ വിളിച്ചാൽ കിട്ടില്ല, എൻ്റെ ഫോണില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.